നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 341 ഭാഗം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 5-ാം അധ്യായം, ശ്ലോകം 1. മൈത്രേയ ഉവാച. ഭാഗം 341 ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഞാൻ റീകൺഫേം ചെയ്യണു. 1-ാമത്തെ ശ്ലോകം: ഭവോ ഭവാന്യാ നിധനം പ്രജാപതേർ അസത്കൃതായ അവഗത്യ നാരദാത് സ്വപാർഷദസൈന്യം ച തദധ്വരേർഭുഭി വിദ്രാവിധം ക്രോധമപരാമദാധേ. ഇവിടെ വാക്കാർത്ഥം പറയുമ്പോൾ പ്രജാപതിയാൽ അവമാനിക്കപ്പെട്ട ഭവാനിയുടെ മരണത്തെയും, അവിടെ ഭവാനി എന്നുള്ളത് ഭഗവതി സാക്ഷാൽ സതീദേവിയുടെ നാമധേയത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ യാഗത്തിൽ ഋഭുക്കളാൽ തൻ്റെ അനുചരന്മാരുടെ സൈന്യം ഓട്ടിക്കപ്പെട്ടതിനെയും നാരദമുനിയിൽ നിന്ന് ശ്രീ ശിവൻ അറിഞ്ഞിട്ട് അവധിയില്ലാത്തതായ കോപത്തെ ധരിച്ചു. നോക്കൂ, ആ വാക്കിൻ്റെ ഒരു പ്രയോഗം ധരിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാന് കോപമുണ്ടോ? ഇല്ല. കാരണം എന്താ? അദ്ദേഹം മംഗളസ്വരൂപനാണ്. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോഗശാസ്ത്രം, അതിൻ്റെ മര്യാദ, അതിൻ്റെ ലിമിറ്റ്, അതിൻ്റെ ലിമിറ്റ്ലെസ്, ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അവധിയില്ലാത്ത കോപത്തെ ധരിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? ഈ ദക്ഷ പ്രജാപതിനൊരു പാഠം പഠിപ്പിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഈശ്വരൻ ആർക്കും എഗെയിൻസ്റ്റും അല്ല, ഫോറും അല്ല. ആ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. എങ്ങനെയാ? ദക്ഷനാൽ ചെയ്യപ്പെട്ട പാപകർമ്മത്തിൻ്റെ പരിഭാഗം നിമിത്തം യാഗവിഘ്നം നേരിട്ടുവെന്ന് 5-ാം അധ്യായത്തിൽ പറയുന്നു മൈത്രേയൻ. ഇതതിൻ്റെ പ്രിയമ്പള. ഇനിയാണ് പറഞ്ഞത്. മൈത്രേയൻ പറഞ്ഞു, ദക്ഷ പ്രജാപതിയുടെ ധിക്കാരം നിമിത്തം സ്വപ്രിയദേഹനാശവും സ്വപ്രിയയുടെ ദേഹനാശവും യാഗാഗ്നിയിൽ നിന്ന് പുറപ്പെട്ട ഋഭുക്കൾ എന്ന ദേവന്മാരുടെ ശക്തി നിമിത്തം തൻ്റെ അനുചരന്മാരുടെ സമൂഹം ഓടിപ്പോയതിനെയും ശ്രീ നാരദ മഹർഷിയിൽ നിന്നറിഞ്ഞ ശ്രീ ശിവൻ പ്രതികാരം ചെയ്യുവാൻ സമർത്ഥമായിരിക്കുന്ന അപാരമായ കോപത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് കുറച്ച് ശ്ലോകങ്ങൾ നന്നായി വരികയാണ്. അതായത് ഏറെക്കുറെ 11 ശ്ലോകം വരെ അങ്ങനെ കാണുന്നുണ്ട്. നോക്കാം. ക്രുദ്ധ സുദുഷ്ടോഷ്ടപുട സദുർജടിർജടാം വന്യസടോഗ്രരോജിഷം ഉൽകൃത്യ രുദ്രസഹസോദ്ധിദോഹസൻ ഗംഭീരനാദോ വിസസർജതാം ഭുവി. അതിന് വാക്കാർത്ഥം പറയുന്നുണ്ട്. എന്താ? ക്രോധിച്ചും ബലമായി ദംശിച്ച് ചുണ്ടോടുകൂടിയുമിരിക്കുന്ന ജടാഭാരസഹിതനായ ആ രുദ്രൻ ഹസിക്കുന്നവനായിട്ട് മിന്നൽ, അഗ്നി ഇവയുടെ ജാല പോലെ പ്രകാശത്തോടു കൂടിയ ജടയെ അഴിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഭയങ്കരമായ നാദത്തോടു കൂടിയവനായിട്ട് അതിനെ നിലത്ത് അടിച്ചു. ജട ഒന്ന് അടിച്ചു. ചാട്ടവാറ് കൊണ്ടുള്ള അടി പോലെയാണത്. അത് ആരുടെ തലയിലാണ് വീഴാൻ പോണത്?
ദക്ഷ പ്രജാപതിയുടെ. അതിൻ്റെ വാക്കാർത്ഥം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, ടു ദി പോയിന്റ്. എന്താ? കോപാധിക്യത്താൽ ചുണ്ട് കടിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ ഭയങ്കര മൂർത്തിയായ ശ്രീരുദ്രൻ ഒരു ഭാവവ്യത്യാസം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പരിഹസിച്ചുകൊണ്ട്, അവിടെ ഇതിൻ്റെ മുന്നേ വാക്കാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? വാക്കാർത്ഥത്തിൽ പറഞ്ഞത് ഹസിക്കുന്നവനായിട്ട്, അത് ചിരിക്കല്ല. അവിടെ ഹസിക്കുക എന്നുള്ളതിന് എന്താ അർത്ഥം? പരിഹസിക്കാന്നാണ്. അപ്പം ഹസിക്കുക, നീ എന്താ ഹസിക്കണത് എന്ന് ചോദിച്ചാൽ രണ്ടും ആവാം. അത് ഗൗരവം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സന്ദർഭോചിതമായിട്ട്. അതുകൊണ്ടാണ് ഗംഭീരനാദം കൊണ്ട് ആ ജടയെ നിലത്തടിച്ചു. മാത്രമല്ല പിന്നെ അതെ നിലത്തടിച്ചു എന്ന് പറഞ്ഞു. ഇനി അതായത് ഞാൻ ഒന്നുകൂടി അത് ക്ലിയർ ചെയ്യാം, ഒന്നുകൂടി പറയാം. കോപാധിക്യത്താൽ ചുണ്ടുകടിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഭയങ്കരമൂർത്തിയായ ശ്രീരുദ്രൻ പരിഹസിച്ചുകൊണ്ട്, അവിടെയാണ് എനിക്ക് വേറെ ചിലത് പറയേണ്ടി വന്നത്. അപ്പോൾ പരിഹസിച്ചുകൊണ്ട് മിന്നൽ പോലെയും അഗ്നി പോലെയും ഉജ്ജ്വലിക്കുന്ന ജടാഭാരത്തെ കെട്ടഴിച്ചിട്ട് ഗംഭീരനാദം ചെയ്തുകൊണ്ട് ആ ജടയെ നിലത്തടിച്ചു എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ശ്ലോകം. തതോ അധികായസ്തനുവാ സ്പൃശൻ ദിവം സഹസ്രബാഹുർഘനരുക്ത്രിസൂര്യദൃക് കരാളദംശോ ജ്വലദഗ്നിമൂർധജാ കപാലമാലീ വിവിധോദ്യതായുധാം. വാക്കാർത്ഥം. അതിൽ നിന്ന് വമ്പിച്ച ശരീരത്തോടുകൂടിയും മേഘകാന്തിയോടുകൂടിയും സ്വരൂപത്താൽ ആകാശത്തെ സ്പർശിച്ചും 1000 കൈകളോടുകൂടിയും സൂര്യന്മാരെന്ന പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയും ഭയങ്കരങ്ങളായ ദ്രംശങ്ങളോടുകൂടിയും ജ്വലിക്കുന്ന അഗ്നിതുല്യമായ തലമുടിയോടുകൂടിയും കപാലങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാലയോടും കൂടി. കപാലങ്ങളെന്ന് പറഞ്ഞാൽ തലയോട്ടികളെന്ന് അർത്ഥമായി. എന്നിട്ട് പറയണോ, നാനാവിധങ്ങളും ഉയർത്തപ്പെട്ടവയുമായ ആയുധങ്ങളോടുകൂടിയും ഇരിക്കുന്ന വീരഭദ്രൻ ജാതനായി. വീരഭദ്രൻ, അതിൻ്റെ ഭാവാർത്ഥം. ശ്രീരുദ്രൻ ജടകളെ നിലത്തടിച്ചതിൽ നിന്നുത്ഭവിച്ച വീരഭദ്രനെ വർണ്ണിക്കുന്നു. ജടകളുടെ ആഘാതത്തിൽ നിന്ന് മഹത്തായ ഒരു ഭൂതമുണ്ടായി. ആ സത്വത്തിൻ്റെ ശരീരം അസാധാരണ വലിപ്പമുള്ളതായിരുന്നു. ശിരോഭാഗം കൊണ്ട് ആകാശത്തെ സ്പർശിക്കുന്നുണ്ട്. അനേകം കൈകളും മേഘം പോലെ ശ്യാമളമായ ശരീരവർണ്ണവും അതികഠോരപ്രഭയോടുകൂടിയ 3 സൂര്യന്മാരെ പോലെ തീ പുറപ്പെടുന്ന 3 നേത്രങ്ങളും ഭയം ജനിപ്പിക്കുന്ന ദ്രംശങ്ങളും തീ പോലെ കത്തിക്കാളുന്ന തലമുടികളും മനുഷ്യരുടെ കപാലങ്ങൾ കോർത്തുണ്ടാക്കിയ മാലയും ഉയർത്തിപ്പിടിച്ച നാനാവിധങ്ങളായ ആയുധങ്ങളും ഉള്ളതുകൊണ്ട് ദർശനമാത്രത്താൽ സകലവും സംഹരിപ്പാനുള്ള ശക്തി ആ ഭൂതത്തിന് ഉണ്ട് എന്ന് സ്പഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നാലാമത്തെ ശ്ലോകം. തം കിം എന്നാണ് കേട്ടോ. തം കിം കരോം ഇതി ഗൃണന്തമാഹ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥ ദക്ഷം സയജ്ഞം ജഹി മൽഭടാനാം ത്വം അഗ്രണീ രുദ്രബടാംശഗോമേ. അപ്പോൾ അതിന് അർത്ഥം പറയുന്നുണ്ട്. എന്തു ചെയ്യണം എന്ന് പറയുന്നവനും അഞ്ജലി ബന്ധിച്ചിരിക്കുന്നവനുമായ അവനോട് ഭൂതങ്ങളുടെ നാഥനായ ശ്രീ ശിവൻ പറഞ്ഞു, ഭയങ്കരനായ യോദ്ധാവേ, നീ എൻ്റെ ഭടന്മാരുടെ മുമ്പനും എൻ്റെ അംശഭൂതനുമാകുന്നു. എൻ്റെ അത്ര കഴിവ് നമുക്കുണ്ട്. യജ്ഞത്തോടു കൂടിയ ദക്ഷനെ വധിച്ചാലും യജ്ഞത്തോടു കൂടെ യജ്ഞം നശിപ്പിക്കണം ദക്ഷനെയും എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം.
അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് കൽപ്പിക്കണം എന്ന് പറയുന്ന വീരഭദ്രനോട് ഭൂതങ്ങളുടെ നാഥനായ ശ്രീ ഭഗവാൻ പറഞ്ഞു. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ പെടുട്ടുവോ? സകല ജനങ്ങൾക്കും ഭയത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥനായ ഭട, നീ എൻ്റെ അംശമാകുന്നു. എൻ്റെ ഭടന്മാരുടെ അഗ്രഗണ്യനായിരിക്കുക. ദക്ഷിണയെയും യാഗത്തെയും ധ്വംസനം ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇനി 5-ാമത്തെ ശ്ലോകം. ആജ്ഞത്തയേവം ഗുപിതേന മന്യുന സദേവദേവം പരിചക്രമേ വിഭും മേനെ ത്വദാത്മാനമസങ്കരം ഹസാ മഹീയസാം താത സഹ സഹിഷ്ണും. കോപിച്ചിരിക്കുന്ന രുദ്രനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട അവൻ സമർത്ഥനായ ദേവദേവനെ പ്രദക്ഷിണം ചെയ്ത് അപ്പോൾ ആത്മാവിനെ അപ്രതിഹത ശക്തിയോടുകൂടിയതായും അപ്രതിഹത ശക്തി എന്ന് പറഞ്ഞാൽ ആർക്കും പ്രതിരോധിക്കാൻ സാധിക്കാത്ത ശക്തിവിശേഷത്തോടു കൂടി ഏറ്റവും മഹാന്മാരുടെ ബലത്തെ സഹിപ്പാൻ കഴിവുള്ളതായിട്ടും വിചാരിച്ചു. എന്ത് വന്നാലും എനിക്കതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വാക്കാർത്ഥം പറയണു. കോപിച്ചിരിക്കുന്ന ശ്രീരുദ്രൻ ഇപ്രകാരം കൽപ്പിച്ചപ്പോൾ ആ മഹാഭൂതം എല്ലാം സാധിപ്പിക്കുവാൻ സമർത്ഥനായിരിക്കുന്ന ആ ദേവനെ പ്രദക്ഷിണം ചെയ്തു. ഹേ വിതുര, അപ്പോൾ അവന് എത്ര തന്നെ അധികരിച്ച ബലം നേരിട്ട് വന്നാലും അതിനെ എല്ലാം സഹിപ്പാനുള്ള അപാര ശക്തി തനിക്ക് ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസമുണ്ടായി. ഈ വാക്ക് വളരെ വിലപ്പെട്ടതാണ്. ആത്മവിശ്വാസത്തിലാണ് നമ്മളൊക്കെ ജീവിതം വിജയിപ്പിക്കുന്നത്. ജീവിതം പരാജയപ്പെടുന്നതോ ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലും. ഈശ്വരപ്രസാദം സിദ്ധിക്കുമ്പോൾ ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ശക്തിയുടെ ബോധം ഉണ്ടാകുന്നു. അല്ലാണ്ട് പുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ട് ശരീരപുഷ്ടി ഉണ്ടാവില്ല, LUCK ലക്കും ഉണ്ടാവില്ല. സ്വന്തം ആത്മാവിൻ്റെ ബലത്തിലാണ് എല്ലാം നടക്കുന്നത്. പ്രമോഷയില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഈ ഈശ്വരപ്രസാദം സിദ്ധിക്കുമ്പോൾ ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ശക്തിയുടെ ബോധം ഉണ്ടാകും, ഇല്ലെങ്കിലോ ഉണ്ടാവില്ല. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് തെക്കോട്ട് പോയ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സേനാവ്യൂഹം. അതിൻ്റെ നായകന്മാർ പലവരുണ്ടായിരുന്നു. അപ്പം ഇനി ആരാണ് സമുദ്രം ചാടുക എന്നറിയണില്ല. അപ്പോൾ അതിലൊരു ഗ്രൂപ്പ് ലീഡറാണ് എന്താ പറയുക, ഋക്ഷകുലാധിപനായിരിക്കുന്ന ജാംബവാൻ. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, വാമനാവതാര കാലത്ത് ഞാൻ പെരുമ്പറ അടിച്ചിട്ട് 21 വട്ടം ഭൂമിയെ ചുറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് പ്രായമായി, എനിക്ക് വയ്യ. അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ചിലവർ പറഞ്ഞു എനിക്ക് 10 നാഴിക ചാടാം, 10, 20, 30 അങ്ങനെയൊക്കെ പറഞ്ഞു. ചിലവർ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ചാടാം, ഇങ്ങോട്ട് തിരിച്ചു വരാൻ ശക്തിയില്ല. അപ്പോഴാണ് ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ഹനുമാനെ നോക്കിയിട്ട് ഈ ജാമ്പവാദികൾ പറയണ്ടായി, എന്താ അഞ്ജനാപുത്രനായിരിക്കുന്ന ശ്രീ ഹനുമാൻ മൗനം ദീക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിന് ദേവതകൾ ശപിക്കണ്ടായി. എന്താ ശാപകാരണം? സൂര്യനെ ഒരു ആപ്പിളാണെന്ന് വിചാരിച്ച് ചാടി പിടിച്ച് തിന്നാൻ നോക്കിയെന്നാണ്. അപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെയായാൽ എല്ലാ കാര്യവും കുഴങ്ങും. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഈശ്വരാധീനത്തിന് കാരണമായി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നിൻ്റെ ബലം എന്താണെന്നുള്ളത് അറിയാനും അത് ഉപയോഗിക്കാനുമായിട്ട് സാധിക്കട്ടെ. അതുവരെ നമുക്ക് നിൻ്റെ ബലം അറിയാതെ കൊണ്ട് പോട്ടെ എന്നൊരു ശാപമുണ്ടായിരുന്നു. ആ ശാപമാണ് ഇപ്പം മാറിയത്. മനസ്സിലായില്ലേ? ഇനി 6-ാമത്തെ ശ്ലോകം. അന്യമാനസതു രുദ്രപാർഷദൈ വൃഷം
നദദ്ഭിർവ്യനദൽ സുഭൈരവം ഉദ്യമ്യശൂലം ജഗദന്തകാന്തകം സപ്രാധ്രവൽ ഘോഷണഭൂഷണാംഘ്രി. അതിൻ്റെ വാക്കാർത്ഥം ശബ്ദിക്കുന്ന ഭൂഷണം പാദങ്ങളിലുള്ള, അതായത് ചെലമ്പ് എന്നർത്ഥം. ചിലമ്പ്. ആ വീരഭദ്രൻ മഹാഭയങ്കരമാകും വണ്ണം ഉച്ചത്തിൽ ശബ്ദിക്കുന്ന രുദ്രാനുചാരന്മാരാൽ അനുഗമിക്കപ്പെടുന്നവനായിട്ടും ജഗത്തിൻ്റെ അന്തകനെയും നശിപ്പിക്കുന്നതുമായ ശൂലത്തെ ഉയർത്തിയിട്ട് വിശേഷമായി ശബ്ദിച്ചും അതിവേഗത്തിൽ പറഞ്ഞു തീർത്തു. എന്താ പറഞ്ഞു തീർത്തത്? ഭഗവാന്റെ അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുക. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ എതിർക്കുവാൻ ശക്തനായിട്ട് മറ്റാരുവിനുമില്ലെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയ ആ മഹാഭൂതം വീരഭദ്രൻ രുദ്രപാർഷദന്മാരാൽ അനുഗതനായിട്ട് അതിവേഗത്തിൽ ദക്ഷയജ്ഞശാലയിലേക്ക് പാഞ്ഞു. സഞ്ചരിച്ചു. രുദ്രപാർഷദന്മാർ മഹാവീരനായ വീരഭദ്രനെ നാഥനാക്കി സിദ്ധിച്ചതിനാലുള്ള സന്തോഷത്തെയും അതു നിമിത്തം അവിടെ ഉജ്ജ്വലിച്ച പരാക്രമത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് മതിയായ വിധത്തിൽ അതിഭയങ്കരമായിട്ട് അട്ടഹാസം ചെയ്യുന്നവരായിരുന്നു. ശിവാജ്ഞാ പരിപാലനത്തിൽ തനിക്കുള്ള സന്തോഷത്തെയും ഭക്തിയെയും സൂചിപ്പിക്കുന്നവനായിട്ട് വീരഭദ്രനും ഭയങ്കരമായി ശബ്ദിച്ചു. സഞ്ചരിക്കുന്ന സമയം കാലിൽ കിടക്കുന്ന ഭൂഷണങ്ങളിൽ നിന്ന് മഹാശബ്ദം ജനിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 7ാമത്തെ ശ്ലോകം. അധർദ്വിജോ യജമാന സദസ്യ കഗുഭ്യുദീച്യാം പ്രസമീക്ഷ രേണും തമക്കിമേതൽ കുതയേതദ്രജ്ജോ ഭൂതിതി ദ്വിജപത്ന്യശ്ച തദ്യുഹു. എന്താണ് അർത്ഥം പറയുക? വാക്കാർത്ഥം: അനന്തരം യാഗം നടത്തുന്നവരും യജ്ഞത്തിന് ദീക്ഷിച്ചിരിക്കുന്ന ദീക്ഷിച്ചിരിക്കുന്ന നാഥനും സദസ്സിലിരിക്കുന്ന ബ്രാഹ്മണരും ബ്രാഹ്മണികളും വടക്കുദിക്കിൽ ധൂളി കണ്ടിട്ട്, അതായത് കലങ്ങി പറഞ്ഞ മൺതരികൾ, ഈ അന്ധകാരം എന്താകുന്നു, ഈ ധൂളി എവിടെ നിന്നുണ്ടായി എന്നിങ്ങനെ ചിന്തിച്ചു. അത് ഇയാൾ ഭൂമി കുലുക്കി വരികയാണെന്നുള്ളത് മനസ്സിലായില്ല. അതാണ്. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. അതിശക്തിയോടുകൂടെ സഞ്ചരിക്കുന്ന രുദ്രസൈന്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടതായ ഭൂരേണു വ്യാപിച്ചതിനാൽ വടക്കുദിക്കെല്ലാം അന്ധകാരപ്രായമായിരിക്കുന്നതായി കണ്ടിട്ട് യാഗം വേണ്ടതുപോലെ നടത്തുന്ന ഭൃഗു മുതലായ ഋത്വിക്കുകളും യജമാനനായ ദക്ഷനും സഭയിലിരിക്കുന്ന മറ്റുള്ള ബ്രാഹ്മണരും അവരുടെ പത്നിമാരും ഈ അന്ധകാരം അകാലത്തിലുണ്ടാവാൻ കാരണം എന്തെന്നും അന്ധകാരമല്ല എന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഇത്രയധികം ഭൂരേണു ആകാശത്തിൽ കാണാൻ കാരണം എന്താണെന്നും ഭീതിപൂർവം ആശ്ചര്യത്തോടുകൂടെ ചിന്തിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത്. വളരെ ഒരു ഭാവാത്മകമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി 8ാമത്തെ ശ്ലോകം. വാദാനവാന്തി നഹി സന്ധി ദസ്യവ പ്രാചീന ബർഹിർജീവതീഹോഗ്രദണ്ഡ ഗാവോ നകാന്യന്തയിദം ഗുദോരജോ ലോകോ അധുന കിം പ്രളയായ കൽപ്പതേ. എന്തിനാണ് പ്രളയം എന്ന് പറഞ്ഞത്? അപ്പോൾ പറയുന്നു, വാദങ്ങൾ അല്ലെങ്കിൽ കാറ്റുകൾ വീശുന്നില്ല, കള്ളന്മാർ
ഇല്ല. കഠിനമായി ശ്വസിക്കുന്ന പ്രാചീന ബർഹിസ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. പശുക്കൾ ചലിക്കപ്പെടുന്നില്ല. ഈ ധൂളി എവിടെ നിന്ന് ലോകം അധുന, അതായത് ഇപ്പോൾ പ്രളയത്തിനായി ഭാവിക്കുന്നുവോ എന്നൊരു സംശയം ഉണ്ടായി അദ്ദേഹത്തിന്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ഇത്രയധികം ധൂളി പൊങ്ങുവാനുള്ള കാരണം കാണാത്തതിനാൽ സഭ്യന്മാരുടെ പരിഭ്രമത്തെ കാണിക്കുന്നു. ഉഗ്രമായി കാറ്റടിക്കുമ്പോൾ ധൂളി പൊങ്ങും, ആ മാതിരി കാറ്റ് വീശുന്നില്ല. കള്ളന്മാർ കൊള്ള ചെയ്യുവാൻ വരുന്നതായാലും അവരുടെ സംഘത്തിൻ്റെ സഞ്ചാരത്താൽ ധൂളി ഉണ്ടാകും. ആ വിധം കൊള്ള ചെയ്യുന്നവർ ഇപ്പോൾ ലോകത്തിലില്ല. എന്തുകൊണ്ടെന്നാൽ മര്യാദ തെറ്റി നടക്കുന്നവരെ ഉഗ്രമായി ദണ്ഡിക്കുന്ന പ്രാചീന ബർഹിസ് എന്ന രാജാവ് ലോകപാലകനായിരിക്കുന്ന പശുക്കൂട്ടം സഞ്ചരിച്ചാലും എന്തുണ്ടാവും? പൊടി പൊങ്ങും, ധൂളി പൊങ്ങും. അവരുടെ സഞ്ചാരവും ഇപ്പോൾ ഇല്ല. ഈ ധൂളി ഉണ്ടാവാൻ മതിയായ കാരണം വേറെ കാണുന്നില്ല. ലോകം അകാലത്തിൽ സാധിപ്പാൻ പോകുന്നുവോ? ഇത് തന്നെയോ അതിനുള്ള കാലം, പ്രളയകാലം എന്നിങ്ങനെ സദസ്യർ സങ്കല്പിച്ച് ഇരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം, ചെറിയൊരു ബ്രേക്ക്. ഇന്നലെ പുറത്തു പോയ കാരണം ഇന്നലെ വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ക്യാപ്സൂൾ ഇട്ടു എന്ന് മാത്രം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.